നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മാർക്കോയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും 2024 തീരാൻ പോവുകയാണ്. 2024 തീരാൻ പോകുമ്പോൾ ഈ വർഷത്തെ ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ഡിസംബർ 20 റിലീസാവാൻ പോവുകയാണ്. യെസ്, മാർക്കോയാണ് ഇപ്പം എനിക്ക് ഇന്ത്യയിൽ തന്നെ 5ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പടം റിലീസാകാൻ പോകുന്നത്. അതുപോലെ മലയാളത്തിലെ എനിക്കൊന്ന് ഈ വർഷത്തിൽ ടീസർ ഇറങ്ങിയതിന് ശേഷം ടീസർ ഇറങ്ങിയതിന് ശേഷം മാർക്കോയുടെ അത്രയും ഹൈപ്പുള്ള വേറൊരു ചിത്രം ഇതുവരെ വന്നില്ല. ഐ മീൻ ഇത്രയധികം പ്രൊമോഷൻസും അതോടൊപ്പം തന്നെ ഇത്രയധികം ന്യൂസുകളിൽ നിറഞ്ഞു നിന്ന വേറൊരു ചിത്രം ഇതുവരെ വന്നില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും ബ്രില്യൻ്റായിട്ട് കട്ട് ചെയ്തൊരു ടീസറും അടുത്തെങ്ങും ഞാൻ മലയാള സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ഒരുപാട് ഹൈപ്പ് നിലനിർത്തുന്ന ഒരു ചിത്രമാണ്. അതോടൊപ്പം തന്നെ ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ ലെവലിലാണ് റിലീസാകാൻ പോകുന്നത്. എല്ലാ ഭാഷയിലും റിലീസാകാൻ പോകുന്നുണ്ട്. ഹിന്ദിയിൽ ജോൺ അബ്രഹാം ആയിരുന്നു ഇതിൻ്റെ ടീസറൊക്കെ റിലീസാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതുവരെ തന്നെ ട്രെയിലറൊന്നും വന്നില്ല. എനിക്ക് തോന്നുന്നു ജസ്റ്റ് ടീസർ മാത്രമാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. മേ ബി ഒരു പക്ഷേ ഡിസംബർ 20 റിലീസാകാൻ പോകുന്നുണ്ട്. മേ ബി ചിലപ്പോൾ 19 വല്ലതും ചിലപ്പോൾ ഒരു റിലീസ് ടീസർ അല്ലെങ്കിൽ റിലീസ് ട്രെയിലർ അവർ ഇറക്കിയേക്കാം. പക്ഷേ ടീസർ ചെറിയൊരു ക്രിസ്പ് ടീസറാണ് കൊടുത്തിരുന്നത്. മേ ബി അവർ ട്രെയിലർ റിലീസാകാത്ത കാരണം ആൾക്കാർക്ക് മേ ബി സിനിമയുടെ ഉള്ളൊരു എക്സ്പോഷർ ഒന്നുകൂടെ കൂടുതൽ ഒരുപക്ഷെ വന്നേക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ ഇതുവരെ അതിൻ്റെ ട്രെയിലർ റിലീസ് ആക്കാഞ്ഞത്. ടീസറിനകത്ത് ഒരു ഗ്ലിംസ് കൊടുത്തു, ബാക്കിയുള്ളത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക എന്നുള്ളൊരു സംഭവത്തിലായിരിക്കാം ഒരുപക്ഷെ ഇതുവരെ അതിൻ്റെ ട്രെയിലറൊന്നും ഇറക്കാഞ്ഞത്. അപ്പോൾ എന്തായാലും വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സിനിമയുടെ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു. ഇപ്പോൾ അതിന് കിട്ടിയിരിക്കുന്നത് എ സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ എ സർട്ടിഫിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ ആരും നെറ്റി ചുളിക്കേണ്ട ആവശ്യമില്ല. ഇതിന് എ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഒരേ ഒരു കാരണം സിനിമയിലെ വയലൻസ് ആണ്. അപ്പോൾ എന്തായാലും ഞാനിത് ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന്. കാര്യം ടീസർ കണ്ടപ്പോൾ അതിൻ്റെ അകത്തിൽ ഉണ്ണിമുകുന്ദൻ ഒരു ഗുണ്ടയുടെ ഒരു ചെവി കടിച്ചു പറിച്ച് നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട്. ആ ഷോട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സിനിമ ജസ്റ്റ് ഒരു ആക്ഷൻ സിനിമ മാത്രമല്ല, ഇതൊരു ബ്രൂട്ടൽ വയലൻസ് ഉള്ള ഒരു ആക്ഷൻ ചിത്രമാകാൻ പോവുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടാന്ന്. അപ്പോൾ എന്തായാലും എ സർട്ടിഫിക്കറ്റ് വന്നതുകൊണ്ട് തന്നെ സിനിമയ്ക്കുള്ളിലുള്ള എല്ലാ വയലൻസ് സീക്വൻസും അതുപോലെ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യം US സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് വലിയൊരു ഫിൽറ്റർ വന്നേനെയായിരുന്നു. വേണ്ട ആക്ഷൻ സീക്വൻസ്, ഐ മീൻ ഒരുപാട് ബ്രൂട്ടാലിറ്റി ഉള്ള സീനുകളൊക്കെ അവർ കട്ട് ചെയ്ത് കളഞ്ഞേനെയായിരുന്നു. പക്ഷെ എന്തായാലും എ സർട്ടിഫിക്കറ്റ് ആണ് പടത്തിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൈനർ കട്ട്സ് മാത്രമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേജറായിട്ടുള്ള എല്ലാ പോർഷൻസും നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അതിൽ മേ ബി ലാംഗ്വേജസ് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്ന കാര്യത്തിൽ അറിയില്ല. പക്ഷേ എന്നിരുന്നാലും വയലൻസ് ഭയങ്കര പീക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനു മുമ്പ് നേരത്തെ റിലീസായൊരു എ സർട്ടിഫിക്കറ്റ് പടം, അതായത് വൻ ഹിറ്റായ ഒരു ചിത്രം ആനിമലായിരുന്നു. ആനിമലിലും ഒരുപാട് നല്ല ബ്രൂട്ടാലിറ്റിയും വയലൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഒന്നുകൂടെ വെർബലി അല്ലാതുള്ള കുറേ ആക്ഷൻസും അല്ലാതുള്ള കുറേ സീൻസും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിന് എ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർക്കോയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വെർബലി ഉള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. പക്ഷേ കൂടുതലും വയലന്റിക് ആയിട്ടുള്ള സീൻസുകൾ ഉണ്ടായിരിക്കും, ഗ്രാഫിക്കലായിട്ടുള്ള സീൻസുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എന്നാലും ചിത്രം ഡിസംബർ 20 റിലീസാണ്. ഒരുപാട് ഹൈപ്പുണ്ട്. ആക്ച്വലി എനിക്കിതിലെ അണിയറ പ്രവർത്തകരോടാണ് എനിക്ക് നന്ദി പറയാനുള്ള കാര്യം. ഈ സിനിമ എ സർട്ടിഫിക്കറ്റിൽ തന്നെ അവർ റിലീസാക്കാൻ തീരുമാനിച്ചതിൽ. കാര്യം നോർമലി പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഒരു രീതിയിലൊരു ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. കാര്യം സിനിമയ്ക്കുള്ള ഓഡിയൻസിൻ്റെ ഒരു കൗണ്ട് കുറയും. കാര്യം ഒരു ഫാമിലി ആയിട്ട് ചിലപ്പം പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ എ സർട്ടിഫിക്കറ്റ് വന്നു കഴിയുമ്പോൾ അവർക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഫാമിലി തിയേറ്ററിൽ പോകാൻ മടിച്ചേക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു അണിയറ പ്രവർത്തകർക്ക് അതിൻ്റെ ടീസർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അവർക്ക് നേരത്തെ തന്നെ അവരുടെ മൈൻഡിൽ ഒരു ടാർഗറ്റ് ഓഡിയൻസ് സെറ്റാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഏജിന് മുകളിലുള്ളവർ മാത്രം ഈ ഒരു സിനിമ കണ്ടാൽ മതി എന്ന് അവർക്ക് ഓൾറെഡി തന്നെ ഒരു ടാർഗറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ എയർ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ള കാര്യം അവർക്ക് 100% ഉറപ്പായിരുന്നു. കാര്യം അല്ലെങ്കിൽ കിട്ടണം, അല്ല അവർക്ക് US സർട്ടിഫിക്കറ്റ് വേണം, എല്ലാ ഓഡിയൻസിനും കാണിക്കണം എന്നുണ്ടെങ്കിൽ അവർക്കറിയാം അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ, അതായത് അതിലെ സീൻസുകളിലൊക്കെ അവർക്ക് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നേക്കാം എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ സ്ക്രിപ്റ്റിംഗ് ലെവലിൽ തന്നെ അവർക്കറിയാം ഇതൊരു എ സർട്ടിഫിക്കറ്റ് സിനിമ തന്നെ ആവാൻ പോവുകയാണെന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും മലയാളത്തിൽ എനിക്ക് ഇത്രയും മലയാളത്തിൽ അങ്ങനെ എ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള സിനിമകൾ, ഐ മീൻ വലിയൊരു ബഡ്ജറ്റ് സിനിമകൾ അങ്ങനെ ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. തീരെ കുറവാണ്. വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതോ 1-2 സിനിമകളൊക്കെ വന്നിട്ടുള്ളൂന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വയലന്റിക് സിനിമ എനിക്ക് മലയാളത്തിലെ ഒരു വലിയൊരു സംഭവം തന്നെയാണ്. ഒരു പുതിയൊരു മാറ്റത്തിന് തുടക്കമായിരിക്കാം ഇത്. അപ്പോൾ എന്തായാലും ഗൈസ്, ഡിസംബർ 20 സിനിമ റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇതിൻ്റെ അതിലും മാർക്കോടെ റിവ്യൂ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഗൈസ്, പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ മാർക്കോടെ അപ്ഡേറ്റ്സിനായിട്ട് തീർച്ചയായിട്ടും
വീണ്ടും വിസിറ്റ് ചെയ്യുക ഈ ചാനൽ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ബൈ, നന്ദി, നമസ്കാരം.